പിന്നെ പെണ്ണിന്റെ കല്യാണം കൊലമാസാന്ന്. എടി കൊലപാതകം നടന്നേനെ അവിടെ. ആ കല്യാണം മുടങ്ങിയടി. ആ എന്നെ കെട്ടാൻ വന്ന ചെറുക്കന്റെ ഒരു പരട്ട അമ്മാവൻ രാവിലെ ദക്ഷിണ കൊടുത്തത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ അവിടെ അതിന് കിടന്ന് അടിയുണ്ടാക്കി. അത് കഴിഞ്ഞു ഉച്ചയ്ക്ക് പപ്പടത്തിന്റെ കോമള പൊടിഞ്ഞെന്ന് പറഞ്ഞ് അതിനും അവിടെ കിടന്ന് അടിയുണ്ടാക്കി. അത് കഴിഞ്ഞ് കൂട്ടടിയായിരുന്നടി ആ മണ്ഡപത്തില്. ആ എന്റെ തലമുണ്ടക്കിട്ട് ഒരു അടി കിട്ടി. നാട്ടിപ്പോ ഓർത്തുപോയി കാണിക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുക. ആ ഓ ഓ ആ എന്നാ ശരി, പിന്നെ വിളിക്കാം. വല്ലാത്തൊരു യോഗം തിരുവാർദ്ധപുരാണം ഇതിലെല്ലാം കൊല്ലാപ്പിൻ കാലം അത് ചൊല്ലാനും നാണം ഇനി എന്തെല്ലാം ചേലും. സാരി ഉടുത്ത് നിൽക്കുന്ന ഹർഭജൻ സിംഗോ? ഇതെന്താ ഇങ്ങനെ? അതെ, എന്നെ തല്ലിക്കൊണ്ട് വരാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് തള്ളിക്കൊണ്ട് വന്നു. അയ്യോ ഇങ്ങനല്ല, വയ്യാത്ത അമ്മാവനെതിരെ ഇരുന്നിട്ട് വേറൊരാൾ വേണം തള്ളിക്കൊണ്ട് വരാനായിട്ട്. വേറെ ആളില്ലാത്തോണ്ടല്ലേ ഞാൻ തന്നെ ഇങ്ങനെ തള്ളിക്കൊണ്ട് വന്നത്. ഒരു കാര്യം ചെയ്, മോക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇരിക്കാം, മോൾ എന്നെ ഇതിനകത്ത് ഇരുത്തിയിട്ട് ഇവിടെ ഒരു റൗണ്ട് ഒന്ന് ചുറ്റിക്ക്. ഇതാണ് പറയുന്നത് പണ്ടുള്ളവരെ, ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത ഒന്നും കേറി പറയരുത്. അത് തോന്നും, അമ്മാവന് സുഖം തോന്നുന്നു. അമ്മാവന് എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. അതാ ഞാനും നോക്കുന്നത്, മോളെയും എവിടെയോ കണ്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. പപ്പടത്തിന് കുമ്പളയിലൂടെ എനിക്ക് ദക്ഷിണ കുറഞ്ഞു പോയ തെണ്ടി. ആ ഞണങ്ങിയ മോഹം വെച്ച് ഓവർ എക്സ്പ്രഷൻ ഇട്ട് എന്നെ പേടിപ്പിക്കണ്ട. ഞാൻ തന്നെ എന്റെ കല്യാണം മുടക്കിയ പന്ന കിളവാ. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞ് ആ മാതിരി തള്ളല്ലേ തല്ലിയത്. നേരെ എന്ന് മെഷീനകത്തൂടെ കേറി ഇറങ്ങി ഇപ്പുറത്ത് വന്ന്. അതിന്റെ എക്സ്റേ നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും എനിക്ക് എന്റെ റിസൾട്ട് കിട്ടിയേ. നിങ്ങൾ കാരണം എന്റെ കല്യാണം മുടങ്ങിയത്. അങ്ങനെ പറയരുത് മോളെ, ഞാനല്ല മോളെ കല്യാണം മുടക്കിയത്. പിന്നാരാ? പൊക്കോളാനോ വരാനോ? ഒന്നുമില്ലെന്നോ? അതെ, അതല്ല, പറഞ്ഞാ കേക്കാത്ത ഈ കുരുത്തം കെട്ട കൈയാണ് മോളെ കല്യാണം മുടക്കിയത്. പിന്നെ ഒരു അനുസരണയില്ല. അല്ലെങ്കിൽ തന്നെ അടുത്തിരിക്കുന്ന ആളുടെ പപ്പടം പൊടിഞ്ഞെന്ന് പറഞ്ഞ് അവന്റെ ചെവിക്കണ്ണു അടിച്ച് പൊട്ടിക്കുന്നത് ശരിയാണോ? ശരിയല്ല. അപ്പൊ ഇവനല്ലേ മുടക്കിയത്? നിങ്ങൾ നിങ്ങളുടെ ഈ കയ്യും കാരണം ആ കല്യാണ മണ്ഡപത്തിൽ ഒരു പെണ്ണിന്റെ കണ്ണുനീരാ വീണത്. കേട്ടടാ, ഒരു പെണ്ണിനെ കണ്ണുനീര് വീഴ്ചട്ടെ കെട്ടടാ. കണ്ടോ മോളെ, ഒന്നും മിണ്ടാത്ത ഇവൻ വരെ പ്രതികരിച്ചു തുടങ്ങി. ഞാൻ എന്റെ അടുത്ത് ചോദിക്കാതെ പറയാതെ അങ്ങോട്ട് വരുവാനേ. കണ്ണുനീര് തുടക്കാൻ വരുമായിരിക്കും. ഞാൻ വല്ലതും പറയും, നിങ്ങളെ കാണിച്ചു തരാടോ. അമ്മാവാ അമ്മാവാ. കഷ്ടം, എന്റെ അടുത്ത് ഇത്രയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും ആ വിളിക്കുന്ന വിളി കേട്ടോ, അമ്മാവാ അമ്മാവാ. ഞാൻ നിങ്ങളെ വിളിച്ചതൊന്നുമല്ല, എന്റെ അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാ. അമ്മാവാ ശരി, അതെന്തായാലും കൊള്ളാം. എവളെന്റെ കാലനെയും കൊണ്ട് വരാൻ പോയതാതേ. എന്റെ കാലം വന്നേ. ഞാനാണ് ഇത്. രണ്ടായാലും കണക്ക് തന്നെ. എന്റെ കൂട്ടുകാർ അമ്മാവന് വേണ്ടി എന്തൊക്കെയാ കൊടുത്തു വിട്ടേക്കുന്നത് നോക്കിയേ. നിന്റെ കൂട്ടുകാരൻ കൊടുത്തു വിട്ടോ? നിന്റെ കൂട്ടുകാരൻ ഒരു കാരണമാണ് ഞാൻ ഈ ഗതിയിലായത്. ഒന്നും വേണ്ട. ഇവിടെ ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നത്. മണിയമ്മേശ്ശേരി വിളിക്കണത്. അയ്യോ, ഹലോ മണിയമ്മേശ്ശേരി. അരുണേ, എന്ത് മേശ്ശേരി? എന്റെ രായി, ഇതിനെ കൂടുതൽ ഇനി എന്തോന്നാവാനാണെന്ന്. കട്ടിലും പൊളിച്ചിട്ടിട്ട് പൈസയും തരാതെ പോയല്ലേ. ഞങ്ങളിപ്പോ ആതിര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ആതിര ഹോസ്പിറ്റലിലാ? നിലമ്പൂർ കാട്ടി കയറി ഒറ്റ കട്ടി. സൗണ്ട് നിന്റെ ഫോണിൽ കേട്ടാ ആ ഫോൺ ഞാൻ ചവിട്ടി പൊളിക്കും കേട്ടല്ലേ. അമ്മാവനെ, അന്ന് വയ്യാത്ത നടുവും വെച്ച് അവിടെ നിൽക്കാതെ ഈ കട്ടിലോട്ട് കയറി കിട. എങ്ങനെ വയ്യാത്ത നടുവും വെച്ച് അവിടെ നിൽക്കാതെ ഈ കട്ടിലോട്ട് കയറി കിടക്കാൻ. പോടാ അവിടുന്ന്. നിന്റെ മണിയമ്മേശ്ശേരി പണ്ടങ്ങാണ്ട് നിലമ്പൂർ കാട്ടി കയറി ഒറ്റയാനെ കൊണ്ട് പിടിപ്പിച്ച കട്ടിലിൽ ഇരുന്നാണ് എന്റെ ഈ നടുവ് ഇങ്ങനെ ഒടിഞ്ഞത്. അപ്പൊ വീണ്ടും നീ കട്ടിലിൽ കയറി ഇരിക്കാനാ? അല്ലെങ്കിൽ പള്ളി പോയി. ഇത് അങ്ങനത്തെ കട്ടിലല്ല, കട്ടിലോട്ട് ഇരിക്കാൻ. എടാ, എവിടെ ഇരിക്കണമെന്നൊക്കെ എനിക്കറിയാം കേട്ടാ. അങ്ങനെ കട്ടിൽ തന്നെ നീ എന്നെ ഇരുത്താൻ നോക്കണ്ട കേട്ടാ. കട്ടിലിൽ ഇരിക്കാൻ പോലും ഒന്ന് പിടിച്ചെരിപ്പിക്കണ. ഇതിന്റെ പുറയിലൊരു പരസ്യം എഴുതി ഒട്ടിച്ചേക്കുന്നു. പരസ്യോ? എന്ത് പരസ്യം?
നിലമ്പൂർ കാട്ടിൽ കയറി ഒറ്റയാനെ കൊണ്ട് ഒറ്റപ്പിടി പിടിച്ച് ഒറ്റത്തടിയിൽ തീർത്ത ഒറ്റ കസേരയാണ് എന്ന് മണിയമ്മേശ്ശേരി. വിളിയെടാ, phone എടുത്ത് നിന്റെ മണിയമ്മേശ്ശേരി. വിളിയെടാ, നിന്റെ phone എടുത്ത് മണിയമ്മേശ്ശേരി. വിളിക്കാം. എന്നെ കൊല്ലാനായി. ഹലോ മണിയമ്മേശ്ശേരി. അരുണേ, ആതിര ഹോസ്പിറ്റലില് ആ ഒരു സ്റ്റോള് പണിഞ്ഞത് ഞാനാണ്. സ്റ്റൂള് മാത്രമേ പണിഞ്ഞോളൂ. സ്റ്റോള് മാത്രമല്ല, പിന്നെ എന്തോ പണിഞ്ഞ് അവിടത്തെ മേശയെ ഞാനല്ലേടേ അയ്യോ. എന്താ മേശ്ശേരി നേരത്തെ പറയാ ഞാൻ. അത് പറയാൻ വിളിച്ചപ്പ നീ കട്ട് ചെയ്ത് കളഞ്ഞില്ലടേ. എടാ, നിലമ്പൂർ കാട്ടിൽ കയറി ഒറ്റയാനെ പിടിച്ച് നിലമ്പൂർ കാടിന്റെ തേങ്ങ. എനിക്കൊന്നിരുന്നോളാമേ. ഈ മണിമേശ്വരി പണിയാത്ത എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ നോക്കിട്ട് വരട്ടെ. ഇതെന്തോ ഇങ്ങനെ പോന്നെ? ചിലപ്പോ ഈ ഫ്ലോർ പണിഞ്ഞത് മണിമേശ്വരിയാണെങ്കിലോ. ഒരു സൈഡില് മണിയമ്മേശ്ശേരി, ഒരു സൈഡിൽ എന്റെ അമ്മാവൻ. എന്തോ പറയാനാ, ഞാൻ കെട്ടിയ പെണ്ണ് ഇനി എവിടാണോ എന്തോ. അരുണേട്ടാ, മഞ്ജു ചേച്ചി, മഞ്ജുമോളെ, കല്യാണ മണ്ഡപത്തിൽ വെച്ച് അടിയുണ്ടായി. കല്യാണം മുടങ്ങിയെങ്കിലും മഞ്ജുവിനെ മറന്നില്ലല്ലോ. കല്യാണ മണ്ഡപത്തിൽ കൂട്ടയടി നടന്നപ്പോഴും നിങ്ങളുടെ അമ്മാവൻ എന്റെ തലമണ്ടി അടിച്ചു പൊട്ടിച്ചപ്പോഴും എന്നെ മാത്രം നോക്കി നിന്ന ആ പൊടിമീശക്കാരനെ ഞാൻ എങ്ങനെ മറക്കാനാ? അത്രയ്ക്ക് ഇഷ്ടമായ ഈ ഉണ്ടക്കണ്ണിയെ, അതാ അങ്ങനെ നോക്കി നിന്നേ. ഉണ്ടാക്കല്ലേ, നിങ്ങളുടെ അമ്മാവൻ വന്ന് എന്റെ തലമണ്ടി അടിച്ചു പൊട്ടിച്ചപ്പോ ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും നിൽക്കാതെ ഇങ്ങനെ നോക്കി നിന്ന നിങ്ങളെ എങ്ങനെ മറക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ പ്രേമൊന്നുമല്ല. അതല്ല ഞാനത്. പക്ഷേ നിർത്തടാ, അവന്റെ ഒരു തന്തനന താനാനേം കൊണ്ട് വന്നേക്കുന്ന അവന് പനി പിടിച്ച് കിടക്കുവോ. പക്ഷേ അന്ന് രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. എന്നെ ഓർത്തിരുന്ന് കാണുമല്ലേ? അല്ല, ഈ മുറിവിന്റെ വേദന വെച്ചോണ്ട് എങ്ങനെ കിടന്നുറങ്ങാനോ? ഞാൻ ഭയങ്കര വേദനയായിരുന്നു. അവനെ പനിയായിട്ട് ഈ ആശുപത്രിക്ക് അവന് പാട്ട് കേൾക്കണം. ഞാൻ പോയി 2 എണ്ണം കൊടുത്തിട്ട് വരാം. അതല്ല മഞ്ജു അങ്ങോട്ട് പണിയോടാ നിനക്ക്. അയ്യോ, എന്റെ അമ്മോ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. എന്താ 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 ഒരു രക്ഷയില്ല. ഇവിടുത്തെ നേഴ്സുമാര് ഒരു രക്ഷയില്ല. അങ്ങോട്ട് പോയപ്പോ ഈ ബെൽറ്റ് ഇല്ലായിരുന്നല്ലോ കഴുത്തല്. അതല്ലേ പറഞ്ഞ ഇവിടുത്തെ നേഴ്സുമാര് ഒരു രക്ഷയില്ല. എന്തൊക്കെയാ ചെയ്തു വെക്കുന്നത് എന്റെ പൊന്നമ്മാവാ നിങ്ങള്. നിങ്ങൾ ഇവിടെ വന്നിക്കടാ. ഇപ്പൊ ഇവിടെ നിന്ന് കണ്ണന്തിരിവ് കാണിച്ച അമ്മാവൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടേ. അയ്യോടാ, എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ. കയ്യിൽ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന്. കൈക്കല്ല. ഓഹോ, പേടിയാളാ. അമ്മാവാ ഒരു കാര്യം ചെയ്യ. ഈ കട്ടിലോട്ട് കയറി കിടാൻ ഇഞ്ചക്ഷൻ ഞാൻ കൂടെ നിൽക്കുവല്ലേ, പിന്നെ എന്തിനാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിക്കണേ? നീ കൂടെ നിക്കണേ. എല്ലാം നശിപ്പിച്ചിട്ട് കയറി കിടാം. കിടക്കട്ടെ, എനിക്ക് ഇതിനാ അടി കിടക്കാം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പേടിയാ. എവിടാ ഇവിടെ? ഞാൻ ഇവിടെ കൂടെ ഉണ്ട് കേട്ടോ. ഓ ഇവിടെ ശരി. എന്തോ പറയാനാന്ന് അയ്യോ, സൂചി വെക്കാൻ പേടിയാ. ഇല്ലാത്ത പുകലെല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് ഇയാള്. വന്നപ്പോഴേ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതെന്തോളാ ഇപ്പൊ അങ്ങനെ ഒരു സംസാരം നിനക്ക് എന്റെ അടുത്ത് ചോദിച്ചില്ലായിരുന്ന? ഇത്രയും നാളെ ഞാൻ നിന്റെ കൂടെ ഇല്ലായിരുന്ന? വന്നപ്പോ ഇത്രയും വലുതല്ലായിരുന്നു, ഇതിപ്പോ അങ്ങ് വലുതായല്ലോ. നീ ശ്രദ്ധിക്കാത്തോണ്ടാ. പണ്ട് പോലെ ഇത്രയും ഉണ്ട്. ഇത് കാണുമ്പോഴേ എനിക്ക് ഭയങ്കര വിഷമം വരുന്നു. വിഷമം എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ തുണി ഒന്ന് അഴിക്കാവോ? ഞാനൊന്ന് കണ്ടോ. പറഞ്ഞു എവിടെ കയറി പോരടാ. ഞാൻ ഇതിലൊന്ന് തൊട്ടോട്ടെ. ഇതെന്തോ പറയാനാന്ന് പറ ഈ ചെറുക്കന്. ഇത് കണ്ടിട്ട് ഈ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആയിട്ടെ എനിക്ക് ഇതിനകത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ. ഞാനിപ്പോ വന്നേ ഉള്ളൂ. അതല്ല, ഞാൻ മോളിൽ നിന്ന് എപ്പോ വന്നു?
ഇപ്പം വന്നേ ഉള്ളൂ. നിന്റെ ഒരു കല്യാണം ഞാൻ മുടക്കിയെന്നും പറഞ്ഞ് ഇങ്ങനെ കാലനായിട്ട് വരുവാ അതോടാ എന്റെ ദൈവം ഉണ്ടെന്ന് എന്റെ കല്യാണം മുടക്കി നിങ്ങളല്ലേ ഇപ്പൊ അത് പരിഹരിച്ചതാ. പരിഹരിച്ചു. എനിക്ക് അവളെ തന്നെ കെട്ടണം, അത്രയല്ലേ അത്രേ ഉള്ളൂ. ശരിയാക്കി തരാം, ശരിയാക്കി തരാം. അതായത് മോളെ, എനിക്ക് ഇതിനെ പറ്റി ഒന്നും സംസാരിക്കണ്ട അമ്മാവാ. എനിക്ക് സ്കാനിങ്ങിനുള്ള ടൈമായി, ഞാൻ പോവാ. അവളെ ഞാൻ അങ്ങോട്ട് പോട്ടെ. അവൾ ഒറ്റയ്ക്കുള്ള ഞാൻ അങ്ങോട്ട് പോയിട്ട് എടാ പെണ്ണ് പോലെ ഇങ്ങോട്ടോളാം, ഇങ്ങോട്ടോളാം. അല്ലെന്ന് ഞാൻ എടാ നീ ഇവിടെ നിൽക്കുന്നോണ്ടാണ് അവൾ ഇതൊന്നും സമ്മതിക്കാത്തത്. ഒരു കാര്യം ചെയ്യ്, താണ്ടെ ഇതുണ്ടോ, ഇത് പുറത്തുനിന്ന് മേടിക്കണം. നീ എവിടെ പോകാ? അത് പുറത്തുനിന്ന് മേടിക്കണം, ഞാൻ പുറത്തേക്ക്. അതല്ലെന്ന്, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന മരുന്നില്ലേ, അത് പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിക്കണം. വ്യക്തമായിട്ട് പറ. അയ്യോ, സ്കൂനിങ് കഴിഞ്ഞോ? സ്കാനിങ് കഴിഞ്ഞോ? ഇല്ല, അത് കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞു. ആണോ? വളർത്ത് ഞാനൊരു കാര്യം പറയാം. അതായത് ഈ പാരിപത്ര വന്നേ വായിന്നാ വന്നേ പറഞ്ഞോ. ഈ പാരിപത്ര ബന്ധം എന്ന് പറഞ്ഞാ അതൊരു ഭയങ്കര സംഭവമാണ്. പണ്ട് എന്റെ ഭാര്യ എന്ന് പറഞ്ഞാ ഞാനെന്ന് പറഞ്ഞാ മരിക്കും. ഇപ്പോഴോ? അവൾ എന്നെ കൊല്ലാൻ നടക്കുക. നിങ്ങളുടെ കയ്യിലിരിപ്പ് പറയുന്നത് എന്റെ കുടുംബക്കാരെ മൊത്തം ഈ ആശുപത്രിയിലാക്കിയില്ലേ? നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തോ പറയാലോന്ന് പറ. പെണ്ണിന്റെ വഴിക്ക് പോയി, ചെറുക്കന്റെ വഴിക്ക് പോയി. എന്റെ മരണം എന്തായാലും ഉറപ്പായി. ആ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള അമ്മ ഞാൻ കട്ടിലേക്ക് കിടക്കണേ. ഇഞ്ചക്ഷൻ എടുക്കാൻ ഇപ്പൊ ആള് വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്ന ഞാൻ ഒറ്റയ്ക്കുള്ള പെണ്ണും പോയി, ചെറുക്കനും പോയി. കൊള്ളത്തില്ല, എന്റെ അടുത്താ കളി. എന്താ ഒരു ആയിക്കൂടാ വന്നിട്ട് തലകണ ചന്തി കുത്തിയിട്ട് കൂട്ടി. അമ്മാവാ മരുന്ന് അവിടെ ഇല്ല. അമ്മാവ് കിടന്നുറങ്ങി. മഞ്ജുവിനെ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അമ്മാവ സൂചിച്ച് കിടന്ന് ഉറങ്ങാണല്ലേ. അനുഗ്രഹിക്കണേ അമ്മാവാ. അയ്യോ തന്താലാല താലാലേ തന്താലാല. പെണ്ണിനോട്ട് ഓടി കയറിയത് അമ്മാവന് സുഖമാണോ എന്നറിയാം. അതോ അമ്മാവനെ സുഖിപ്പിക്കാൻ മഞ്ജു ആണെന്ന് വിചാരിച്ചപ്പോ ഇങ്ങനെ. അപ്പൊ മഞ്ജു ആയിരുന്നെങ്കിലാ. ഇപ്പം മനസ്സിലായോ ഞാൻ നിന്റെ അമ്മാവനാന്ന്? എന്നാൽ ആ ചുണ്ടെടുത്ത് കവിളിന്നങ്ങ് മാറ്റി. നീ കൈയെടുത്ത് മാറ്റാൻ വേറെ ആരെങ്കിലും എന്റെ വിഷമം മാമന് മനസ്സിലായില്ലേ? വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ. എന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ. ആരുടെ വാ. അയ്യോ മഞ്ജു ആണെന്ന് വിചാരിച്ചാണല്ലോ ഞാൻ ഈ പരാക്രമമൊക്കെ അവിടെ കാണിച്ചത്. ആദ്യത്തെ 2 സെക്കൻഡ് മാമൻ ആരാണെന്ന് വിചാരിച്ചു. ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന നേഴ്സാന്ന്. പിന്നെ എപ്പോ മനസ്സിലായി അല്ലെന്ന്? നിന്റെ താടി എന്റെ മൂക്കിനൊരഞ്ഞപ്പോ. അതെന്റെതാ. ആ പരാക്രമത്തിന്റെ ഇടയ്ക്ക് മാറിപ്പോയതാ. സോറി. ഓക്കെ അയ്യോ ശരിയായത്. ഓടിക്കോ, ഓടി രക്ഷപ്പെട്, ഓടി രക്ഷപ്പെട്. മക്കടലാമ. നിങ്ങൾ ആരും രക്ഷപ്പെടുന്നില്ലേ? എന്താ കാര്യം? നിലമ്പൂർ കാട്ടിന്ന് ഒറ്റ തടി തീർത്ത ഒരു കട്ടിലെ നമ്മാവ മീനില്ലേ? ആ കട്ടിൽ ആരാ പണിതത്? മണിയമ്മേശ്ശേരി. ആ മണിയെ മേശ്ശേരി എവിടുന്നോ പോയി MBBS പഠിച്ചതേ ഇവിടെ ഡോക്ടർ ആയിട്ടിരിക്കുന്നു. അയാൾക്ക് ഇപ്പൊ എന്നെ ഓപ്പറേഷൻ ചെയ്യണോന്ന്. ഓപ്പറേഷനാ? അമ്മാവാ മണിയമ്മേശ്ശേരി വരുന്നു. വേണ്ട മണിയമ്മേശ്ശേരി. ഓപ്പറേഷൻ എനിക്ക് ഓപ്പറേഷൻ അതെ നിങ്ങൾ അങ്ങനെ ഡോക്ടറായി? നിലമ്പൂർ കാട്ടില് ഒറ്റത്തടി തീർത്ത ഒറ്റക്കട്ടില് പണിഞ്ഞപ്പോ ഇത്തിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഗ്യാപ്പിൽ പോയി MBBS പഠിച്ചത്. ഈ പ്രോപ്പർട്ടി എടുത്തോ. ആരായാലും ശരി എനിക്ക് ഓപ്പറേഷൻ ചെയ്താൽ മതി. എന്ത് ധൈര്യത്തിൽ ഞാൻ നിങ്ങളെ കൂടെ ഓപ്പറേഷൻ തീരിലോട്ട് വരും? എന്ത് ധൈര്യത്തിൽ വരുമെന്ന്? നിങ്ങളെ ഓപ്പറേഷൻ ചെയ്യാൻ കിടത്തണ കട്ടിലില്ലേ, ആ കട്ടില് പണിഞ്ഞ ഞാനാ. മണിയമ്മേശ്വരി അല്ല, മണിയൻ ഡോക്ടർ.
ഔട്ട് ആൻഡ് ഔട്ട് സുരേഷ് മാമ്പുഴ ഷോ. ഓ പൊളി. ആൻഡ് യു നോ ഓഫ് ലേറ്റ്ലി സുരേഷ് ഏട്ടൻ ഭയങ്കര ഫിസിക്കൽ കോമഡിയാണ്. ഇത് അസാധ്യമായിട്ട് പെർഫോമൻസ് ഒബ്വിയസ്ലി നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്, പക്ഷെ ഫിസിക്കലി ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം. പിന്നെ ഇതൊരു ക്യാരക്ടർ ഒരു ലോക്ക് ചെയ്തു അല്ലേ? ചേച്ചി ഉദ്ദേശിച്ചത് ഫിസിക്കൽ കോമഡി എന്ന് പറഞ്ഞാൽ പിന്നാമ്പുറ കോമഡി ആയിരുന്നു. അത് അതാണ് അത് ചേച്ചി പറയാം നമുക്ക് വേണമെങ്കിൽ. Anyways, ഈ ഒരു ഗംഭീര സ്കിറ്റിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? യെസ്. ഓക്കെ, ബാ. Nice, super, super. എന്താ സോന ഒരു ഞെട്ടല്? സാരി കൊടുത്ത ഹർഭജൻ സിംഗ്. അതെ, അതൊക്കെ കിട്ടില്ലായിരുന്നു. ടു ഗുഡ്. 40,000 rupees, 40,000 രൂപ ശ്വേത ചേച്ചി ചൂടോടെ അങ്ങിട്ട് കൊടുക്കും. ഓക്കെ, ഇതാ സൂപ്പർ.